ബ്രേക്കപ്പ് ആയിരിക്കുന്ന ഒരാളോട് എന്ത് ഉപദേശമാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? അതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം, അവർക്ക് എന്ത് ഉപദേശമാണ്, അവരെന്താണ് ബ്രേക്കപ്പ് ആയിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാമെന്നുള്ളത് എന്ന് അവരോട് ചോദിച്ചു നോക്കാം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗാർഡനിൽ ഒരുപാട് പൂക്കളുണ്ടാവും. ആ പൂക്കൾ ഒരു പൂ പൊഴിഞ്ഞെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ വേറെ പൂവിൻ്റെ പുറകെ പോവുക, ലൈഫ് എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ആൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? ഉപദേശം എല്ലാവരും വിഷമിച്ചിരിക്കുന്ന ആൾക്ക് എന്താണ് അവരോട് അല്ല, ഇപ്പൊ കാലത്തിനനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ലൈഫിലേക്ക് പലരും വന്നു പോകും. പക്ഷേ നമ്മ ആ ഒരു സെൻസിലെടുത്താൽ മതി, വരിക പോവുക. അത് ഇപ്പൊ എല്ലാവരുടെ ലൈഫിൽ പറഞ്ഞിട്ടുള്ളതാ. നമ്മ അതിനെ ബ്രേക്കപ്പ് എന്ന് പറഞ്ഞാൽ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കുറെ കുട്ടികൾ ഇപ്പൊ സൂസൈഡിലേക്കുള്ള മൈൻഡിലേക്കൊക്കെ പോവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ എന്താ പറയാ, അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ചിന്ത പറയാ? അവരോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് ശരിക്കും പറയാ പ്രാന്തം പറയാ. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സമയം ഉണ്ടാവും. ശരിക്കും പറഞ്ഞ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് കിട്ടിയിട്ടില്ല. ബ്രേക്കപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെന്റെ ഒരു ഫ്രണ്ട് അതേപോലെ സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തി തേച്ചിട്ട് പോയതാ. അപ്പം ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത് പോകുമ്പം അവരുടെ വീട്ടുകാർക്കേ പോകുള്ളൂ, ഒന്നും ചിന്തിക്കുന്നില്ല. പുള്ളി എലിവേഷം കഴിച്ചാ മരിച്ചത്. എലിവേഷം കഴിച്ചതാ. പുള്ളിക്കാരത്തി വേണ്ട 8 വർഷം പ്രണയിച്ചിട്ട് പോയതാ പുള്ളിക്കാരത്തി. അതെന്തോ അമേരിക്കയിൽ എന്തോ ഒരു പുള്ളിയായിട്ട് എന്താ കല്യാണം ഉറപ്പിച്ചപ്പോ അങ്ങനെ പോയതാ. അപ്പം പുള്ളിക്കാരനത് പറ്റില്ല. 5 വർഷം ഒന്നിച്ചുണ്ടായിട്ട് മരണപ്പെട്ടാണ്. അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനും മരിക്കേണ്ടതാ. കാരണം എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പം 4 വർഷം ആകുന്നു. അപ്പം എനിക്ക് 2 കുട്ടികളും ഉണ്ട്. ഞാനിപ്പോ അവരെ നോക്കാൻ വേണ്ടിട്ട് ജോലിക്ക് പോകുന്നു. പിന്നെ ഹസ്ബൻഡ് മരിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പിള്ളേരുണ്ട്. പിള്ളേരില്ലെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്റെ ഹസ്ബൻഡ് മരിച്ചത് ആക്സിഡന്റിലാണ് മരിച്ചത്. അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ മാറണം, അല്ലെങ്കിൽ ശരിയാവില്ല. ബ്രേക്കപ്പായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? എന്താണ് അവരോട് പറയാനുള്ളത്? ബ്രേക്കപ്പായിട്ട് നിൽക്കുവാണെങ്കിൽ കൊടുക്കാനുള്ള ഉപദേശം, ഒരു വ്യക്തിയെടുത്ത് ആണായാലും പെണ്ണായാലും ഒരു ബ്രേക്കപ്പായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം, നമ്മളെ ചൂസ് ചെയ്തിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞ് നിൽക്കുന്നിടത്താണ് നിൽക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പറയുന്നത് തന്നെ. വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും എന്താ എപ്പോഴും ഇപ്പം നമ്മുടെ കൂടെ നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ കുഴപ്പമില്ല. അല്ലാതെ എപ്പോഴെപ്പോഴും വേറെ നോക്കി പോകുന്നതാണെങ്കിൽ നമുക്ക് ആ ഒരു കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളി വേറെ ഇടത്തോട്ട് പോവും. അതല്ലാത്ത ഒരാളെ ചൂസ് ചെയ്യുന്നതായിരിക്കും അതിനും കൂടെ നല്ലത്. അത്രേ ഉള്ളൂ. എവിടെയോ എൻ്റെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫിറ്റ്നസിനെ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ളതാണ്. എനിക്ക് ആ ലെവലിൽ ഇതിനേക്കാൾ കുറച്ച് ഇൻട്രസ്റ്റ് ആകാനാണ് കൂടുതൽ. എൻ്റെ അഭിപ്രായം അതാണ്. ഈ ബ്രേക്കപ്പ് ആവുന്നതിനേക്കാൾ നല്ലത് അതിനെയൊക്കെ സ്നേഹിക്കുന്നതാണ്. ഫിറ്റ്നസ്സിലേക്ക്, അതായത് സ്വയം ബോഡി നന്നാക്കി നമ്മുടെ ശരീരത്തെ സ്നേഹിക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. നമ്മുടെ സ്വന്തം ബോഡിയെ സ്നേഹിക്കുമ്പോൾ നമുക്ക് എൻ്റെ ഒരു ബോഡി ബിൽഡർ പറഞ്ഞ കാര്യമാണ്, നമ്മളെ സ്വന്തം ബോഡിയെ സ്നേഹിക്കും പോലെ വേറെ ഒന്നും നമുക്ക് കിട്ടാനില്ല. അതിലും വലുതാണ്. ഇത്രയോ. ഇപ്പൊ നമ്മളൊരു പ്രേമിക്കുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഇപ്പൊ എന്താണ് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട? ഒരു പ്രേമത്തിലേക്ക് പോകുന്നത് നമ്മളറിയുന്ന ആളായിരിക്കണം, നമ്മളടുത്തറിയുന്ന ആളായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, ഇപ്പൊ ഒരാളുടെ ലുക്ക് കണ്ടല്ലോ സ്നേഹിക്കേണ്ടത്, അടുത്തറിഞ്ഞ് ആളുടെ വ്യക്തിത്വം എന്താണ് എന്ന് പറഞ്ഞാലേ സ്നേഹിക്കേണ്ടത്. അത്രേ ഉള്ളൂ. എവിടെയോ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രേമത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ്? തമ്മിൽ മനസ്സിലറിയുക. ഇത്ര എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സിൻസിയർ പ്രേമം ഇല്ല, ഫുള്ള് ഉടായിപ്പാണ്. അപ്പോൾ തമ്മിൽ പരസ്പരം അറിഞ്ഞ് എല്ലാവരുടെയും അവരുടെ കുടുംബകാര്യങ്ങളെല്ലാം പരസ്പരം യോജിക്കും നോക്കിയിട്ട് മുമ്പോട്ട് പോവുക. അത്രേ ഉള്ളൂ. ഇതാണ് എൻ്റെ അഭിപ്രായം. ഒരു ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശം എന്താണ്? അവരോട് എന്താണ് പറയാൻ ഉള്ളത്? ദിസ് ടു ഷാൽ പാസ്. ഇതിൽ നല്ലതെന്തോ അടുത്തത് വരാനിരിക്കുന്നുണ്ട്, അതിന്റെ ഹോപ്പിൽ കഴിഞ്ഞാൽ മതിയെന്ന്. ഇപ്പോ റീസെന്റ് ആയിട്ട് ഒരാൾ മരിച്ചിരുന്നു. 4 വർഷം പ്രണയിച്ചിട്ട് ഒരാൾ മരിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് മരിക്കണം ചിന്തിക്കുന്ന ഒരു നല്ല കാര്യമാണ്? അല്ല, ഒരിക്കലും അല്ല. മൂവ് ഓൺ ചെയ്യണം. ഇങ്ങനെ മരിക്കാനിരിക്കേണ്ട ആൾക്കാരാണ് പറയാനുള്ളത്. ഇത് മാത്രല്ലല്ലോ ജീവിതം.
ആ ഒരാൾ പോയി എന്ന് വെച്ചിട്ട് അവിടെ ജീവിതം അവസാനിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അവർ ജീവിതം അവസാനിപ്പിക്കുന്നത് കൊണ്ട് അവിടെ ഒരു അർത്ഥം ഉണ്ടാകുന്നില്ല. അപ്പോൾ അതിലും ആ സിറ്റുവേഷൻ മൂവ് ഓൺ ചെയ്യണം. അതിൽ കൂടെ ജീവിച്ചത് ഓവർകം ചെയ്താൽ ശരിക്കും ലൈഫിനൊരു അർത്ഥമുള്ളൂ. ഇനിയും ആൾക്കാർ ലൈഫിൽ നിന്ന് പോകാനുള്ളതാവും. ആ ഒരു ചേച്ചി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഫ്രണ്ട്സ് ആണെങ്കിലും പോവാം. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ പോകുമ്പോൾ മരിക്കുക എന്നുള്ളത് നമുക്കൊറ്റ ലൈഫല്ലേ ഉള്ളൂ. ഒരു പ്രണയം തുടങ്ങുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രണയം തുടങ്ങുന്നതിന് മുമ്പ്. ജെന്യൂനായ ഒരു മനുഷ്യനാണെന്നുള്ളതല്ലേ. ഒരാളെ കണ്ടെങ്കിൽ ജെന്യൂനാണെന്ന് പറയാൻ പറ്റില്ല. ഇന്ററാക്ഷൻസ് ത്രൂ ഇന്ററാക്ഷൻസ് അല്ലേ, സമയമെടുത്ത് മനസ്സിലാക്കി നമ്മൾക്ക് അതിൻ്റെതായ സമയമെടുത്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കുക നമ്മളായിട്ട് തന്നെ. പ്രോസ് ആൻഡ് കോൺസ് കണ്ടുപിടിച്ച് നമുക്ക് പറ്റും, നമ്മളെ പറ്റും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളെ വേണം കണ്ടുപിടിക്കാൻ. അയ്യോ, അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കലും മൂവ് ഓൺ ചെയ്യണം. അത് ആലോചിച്ചുകൊണ്ടിരിക്കാൻ മൂവ് ഓൺ ചെയ്യണം. വെറുതെ വിഷമിച്ച സമയങ്ങളായിരിക്കും. റീസെന്റ് ആയിട്ട് ഒരുപാട് പേര് സൂസൈഡിലേക്കൊക്കെ പോയി. ഒരാൾ സൂസൈഡ് ചെയ്തായിരുന്നു, ഒരു ചെക്കൻ സൂസൈഡ് ചെയ്തായിരുന്നു. ബ്രേക്കപ്പ് ആയി 4 വർഷത്തെ റിലേഷൻ ബ്രേക്കപ്പ് ആയി. ഈ പറഞ്ഞ ബ്രേക്കപ്പ് ആയിട്ട് സൂസൈഡ് ചെയ്യണം നല്ലൊരു കാര്യമാണ്? അല്ല, ഒരിക്കലല്ല. എന്താണ് അങ്ങനെയുള്ള ഒരാൾക്കോട് പറയാനുള്ളത്? അവൻ പോയ അവന്റെ വീട്ടുകാർക്ക് നഷ്ടമുള്ളൂ. ആ പെണ്ണ് വേറെ കെട്ടി ജീവിക്കും, അവർക്ക് വേറെ കുഴപ്പമൊന്നും വരാൻ പോലില്ല. കഴിവതും അത് വേറെ എന്തെങ്കിലും കാലത്തിലൊക്കെ ഇതായിട്ട് ആ വിഷം മാറ്റി വയ്ക്കാൻ നോക്കാം. ഈ ഒരു അവസ്ഥയിൽ നിന്ന് തരണം ചെയ്യാൻ എന്താണ് നിങ്ങൾക്കൊരു സൊല്യൂഷൻ ഉള്ളത്? അല്ല, ഈ ഒരു ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ അപ്പം എപ്പോഴും ബിസി ആയിട്ടിരിക്കണം. അത് തന്നെ ആലോചിച്ച് വിഷമിച്ചെന്നിരിക്കണം. കൂടുതലും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങി ചില്ലടിച്ചിറങ്ങണം. ഇപ്പൊ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ്? ഇപ്പൊ ഒരു ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണ് അവരോട് പറയാനുള്ളത്? പറഞ്ഞോ. ഇനി പ്രേമിക്കരുതെന്നോ? സൂക്ഷിച്ചുകൊണ്ടൊക്കെ പ്രേമിക്കുക. പിന്നെന്താ, അത്രേ ഉള്ളൂ. സൂക്ഷിച്ചുകൊണ്ടൊക്കെ പ്രേമിക്കുക, വേറെ കുഴിയിലൊന്നും പോയി ചാടാതിരിക്കുക. പെട്ടെന്നൊന്നും പറയാൻ പറ്റണേ. ഇവിടെയോ ഇതൊക്കെ തന്നെ. എന്ത് പ്രേമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പിന്നെ അതിലേക്ക് പോവാതെ. പ്രേമിക്കുന്നതിന് മുമ്പ് എന്താണ് നോക്കേണ്ടത്? നോക്കുകയെന്നല്ല, നമുക്ക് എല്ലാം കൊണ്ട് ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. എല്ലാം കൊണ്ട് ഓക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നാലും എല്ലാവരും ഫേക്ക് ആയിട്ടൊക്കെ നിൽക്കില്ലേ? എല്ലാം തുറന്നു പറയുമൊന്നുമില്ലല്ലോ. അത് നമുക്ക് എന്തായാലും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലാതെ പോകും. പ്രേമിക്കുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? എന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇപ്പൊ എല്ലാരും സത്യം പറഞ്ഞ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ നന്നായിട്ട് എല്ലാം ശ്രദ്ധിച്ചിട്ട് നോക്കുക. മൊത്തം ചെറുക്കനെ മൊത്തം ചുറ്റുപാടെല്ലാം മാക്സിമം അറിയാൻ നോക്കുക. ഈ ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് സൂസൈഡിലേക്കൊക്കെ മൈൻഡ് പോകാൻ പാടില്ല. കാരണം നമുക്ക് അതുകൊണ്ട് അവർക്കൊന്നും പോകാനില്ല, പോവാണെങ്കിൽ നമുക്കേ പോകാനുള്ളൂ. ഡെസ്പായിട്ട് മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്നത് ഇല്ലില്ല. അതിന് വരെ നല്ല ഫുഡൊക്കെ നല്ല ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഫ്രണ്ട്സിനോട് ചില്ലായിട്ട് നടക്കുക, അതാണ് വേണ്ടത്. എന്ത് ഉപദേശമാണ് കൊടുക്കുന്നത് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക്? ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ അടുത്ത് പറയാനുള്ളത്, ആദ്യം തന്നെ പ്രണയിക്കണേക്കാൾ മുന്നേ കൂടുതലായിട്ട് മനസ്സിലാക്കുക. രണ്ടുപേരും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം പരസ്പരം ഇഷ്ടമാണെന്നുള്ള കാര്യം പങ്കുവയ്ക്കുക. അതിനുശേഷം നമുക്ക് സ്ഥിരതയോടെ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അത് തുടർന്ന് പോവുക. അല്ലാതെ കുറേ നാൾ കഴിഞ്ഞ് ഒരു പക്ഷേ ഒരു 2, 3, 4 വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ പിന്നെ വേറൊരു സ്ഥലത്തേക്ക് വേറൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ നമ്മളെ വിട്ടുപോവുക. അങ്ങനത്തെ ഒരു ബ്രേക്കപ്പാണ് നമ്മുടെ ചുറ്റും ഇപ്പോൾ ഉള്ളത്. അതിൽ മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ എല്ലാവരും പറയും പെൺകുട്ടികളുടെ മനസ്സ് അങ്ങനെയാണ്. ഈ ആൺകുട്ടികളും അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇമോഷനും അതുപോലെ വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്കുണ്ട്. എനിക്ക് എൻ്റെ ഒരു അനുഭവം വെച്ച് തോന്നിയത്, ഒരു പ്രണയമെന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കി പ്രണയമെന്ന വാക്കിന് ഒരു വില കൽപ്പിച്ചുകൊണ്ട് പ്രണയിക്കുക എന്നുണ്ടെങ്കിൽ ആ പ്രണയത്തിൽ ആ പെൺകുട്ടിയും ആ ആൺകുട്ടിയും തുല്യമായിരിക്കും. അവരത്രയും സ്നേഹമായിരിക്കും. അല്ലാതെ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എനിക്കൊരാളായിട്ട് സംസാരിക്കണം,
എനിക്ക് ഒരാളായിട്ട് കറങ്ങാൻ പോകണം, ആ ഒരു രീതിയിൽ റിലേഷൻഷിപ്പിനെ ഇന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഭയങ്കര ബെസ്റ്റീസിന്റെ വരവ് മാത്രല്ല, ഇപ്പൊ നമ്മുടെ ഈ സമയത്ത് ബെസ്റ്റി എന്നുള്ള ഒരു വാക്ക് പതുക്കെ മാഞ്ഞു പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇതാണ് ഫ്രണ്ട്സ്. ഇപ്പൊ ബെസ്റ്റി എന്നുള്ള വാക്ക് പോയി ഫ്രണ്ട്സ് ആയി തുടങ്ങിയിട്ടുണ്ട്. എല്ലായിടത്തും എല്ലാം ഓക്കെ ആണ്. പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങള് ഇത് ശരിക്കും ഒരു ചീറ്റിംഗ് അല്ലേ ഇത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ഉപദേശമായിട്ട് പറയാനുള്ള ഒരു വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട്? ഒരു പരസ്പര വിശ്വാസം, പരസ്പര ധാരണ ഇല്ലാണ്ട് ഒരു ബന്ധവും മുന്നോട്ട് പോവില്ല. നന്നായി ക്യാരക്ടർ നന്നായി മനസ്സിലാക്കാണ്ട് ഒരാളെയും നോക്കാണ്ടിരിക്കുക. പിന്നെ ബ്രേക്കപ്പ് ആയാൽ ഫ്രീ ടൈം അധികം വെറുതെ പാഴാക്കാണ്ട് വിഷമത്തിന് തരണം ചെയ്യാൻ എന്താണ് ചെയ്യാൻ പറ്റുക? അധികം ഫ്രീ ടൈമിൽ ഇരിക്കാണ്ടിരിക്കുക. നമ്മൾ എന്തെങ്കിലും ഒറ്റപ്പെട്ടിരുന്ന് അപ്പൊ ചിന്ത വരും. അങ്ങനെ ചിന്തിക്കാണ്ടിരിക്കുക. പിന്നെ ഏത് റിലേഷൻഷിപ്പ് ആയാലും രണ്ടുപേരുടെ സമയത്തിനും വാല്യൂ ഉണ്ട്. അത് ആ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, ഈ ലോകത്തിൽ ആരായാലും അവരുടെ സമയത്തിന് വാല്യൂ ഉണ്ട്. ആ വാല്യൂവിനെ രണ്ടുപേരും മനസ്സിലാക്കിയാൽ മാത്രമേ അത് മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ ബ്രേക്കപ്പ് കിട്ടി, ഇപ്പം എനിക്കായാലും വ്യക്തിപരമായിട്ട് ഇന്ന് ഈ നിമിഷം ബ്രേക്കപ്പ് കിട്ടി ഇതായി നിൽക്കുക. എന്നിട്ട് പോലും പറയുന്നത് നമുക്ക് ഈ സമയം മുന്നോട്ട് പോകാം. സമയം ഒരിക്കലും ഇങ്ങനെ എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കാണെന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഈ ഒരു മൂമെന്റിൽ നിന്ന് എന്താണ് ഇനി ചെയ്യാൻ പോവാ? ഞാൻ ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് അത് ആലോചിച്ചോണ്ടിരിക്കുവോ അതോ വേറെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക്? പെൺകുട്ടീനെ ആലോചിച്ച് ഇരിക്കലല്ല, ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല. പക്ഷെ ഒരിക്കലും ഞാൻ ഇനി അവൾക്കൊരു ശല്യമായിട്ടോ ഞാൻ ഒരിക്കലും ഇപ്പോഴും ശല്യമായിട്ടില്ല. ഒരിക്കലും ഞാൻ ശല്യമായിട്ടില്ല. എന്തൊക്കെയോ തോന്നലുകൾ, അതുകൊണ്ട് മാത്രമാണ്. അറിയില്ല, ഓക്കെ ആയിരിക്കാം. പക്ഷെ ഞാൻ ഇനി മുന്നിലോട്ട്, അതായത് എൻ്റെ മുന്നിലോട്ടുള്ള സമയം, അതിൻ്റെ വില ഇനി ഞാൻ മനസ്സിലാക്കിയിടത്തോളമാണ്. ഇനി ഇത്ര നാള് അവളുണ്ടായിരുന്നു കൂടെ, ഇനി എനിക്ക് അത് മനസ്സിലാക്കാനില്ല. ഇപ്പൊ ഇനി മനസ്സിലാക്കേണ്ടത് ഞാൻ തന്നെ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണം. അത് മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോകും. മുന്നോട്ട് തന്നെ പോകണം. നമ്മളല്ലാണ്ട് വെറുതെ തളർന്നിരുന്നിട്ട് എന്താ കാര്യം? നമ്മൾ അത്രയും സ്നേഹിച്ചിട്ടും നമ്മളെ മനസ്സിലാക്കാണ്ട് പോയതല്ലേ. അത്രയും സ്നേഹിച്ചു എന്നിട്ടും നമ്മൾ പിന്നെ വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ മുന്നോട്ട് തന്നെ പോകണം.